യുദ്ധം അവസാനിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം വെറും പൊള്ളയോ? അല്ലെങ്കിൽ 5 ദിവസത്തെ വെടിനിർത്തൽ എന്ന ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാട് മറ്റൊരു അടവ് നയമോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? എതിരാളികളായ ഇറാൻ ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും ഇത് പൂർണ്ണമായും തള്ളിക്കളയുന്ന ചില പ്രസ്താവനകൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിലൊന്ന്, ആരുമായും ഇറാൻ ചർച്ചയ്ക്ക് ഇതുവരെ സന്നദ്ധമായിട്ടില്ല എന്നുള്ളതാണ്. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ അവകാശവാദം ഇറാൻ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ആരുമായാണ് ട്രംപ് ചർച്ച നടത്തിയത് എന്ന കാര്യത്തിൽ പോലും ട്രംപിന് വ്യക്തതയില്ല. മറ്റൊരു വിഷയം, ഇസ്രായേൽ ഇറാന്റെ ചില മേഖലകളിൽ ആക്രമണം നടത്തി എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് പശ്ചിമേഷ്യൻ യുദ്ധം അതിൻ്റെ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. തൽക്കാലത്തേക്ക് വെടിനിർത്തൽ ട്രംപ് പ്രഖ്യാപിച്ചത് ഇറാന്റെ പ്രത്യാക്രമണം ഭയന്നാണോ, അതോ തൽക്കാലത്തേക്കൊന്ന് മാറി നിന്നിട്ട് കൂടുതൽ പുതിയ യുദ്ധമുറകളിലേക്ക് മാറാനാണോ എന്നൊക്കെയുള്ള സന്ദേഹങ്ങൾ കൂടി ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനത്തോടെ ഇതുവരെ ഇറാൻ അനുകൂലമായി പ്രഖ്യാപിച്ചിട്ടില്ല. ട്രംപിന്റെ തന്ത്രമെന്ന ആശയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പ്രഖ്യാപനത്തിന് ശേഷവും ടെഹ്റാനിലേക്ക് ആക്രമണം നടക്കുന്നതും വളരെ ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഇതിപ്പോൾ ട്രംപ് പലപ്പോഴും നമുക്കറിയാം 48 മണിക്കൂർ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് പിന്മാറണം, അവർ നിയന്ത്രണങ്ങൾ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അതിന് പിന്നാലെ ഇത്തരം പ്രഖ്യാപനങ്ങൾ വരുന്നു. ഇതിനു മുൻപും ട്രംപ് ഇത്തരം വിരുദ്ധമായ പ്രസ്താവനകൾക്ക് വിരുദ്ധനായ ഒരു നേതാവ് കൂടിയാണ്, സംശയമില്ല. ട്രംപിനെ ഒട്ടും വിശ്വസിക്കാനാവില്ല എന്നത് എല്ലാ ലോകരാജ്യങ്ങൾക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അങ്ങനെ ഇതിനെ കണ്ടാൽ മതിയോ? ഏകപക്ഷീയമായി ഇത്തരം ഒരു കാര്യം പ്രഖ്യാപിച്ചതിന് പിന്നിൽ എന്ത് എന്നാണ് മനസ്സിലാക്കേണ്ടത്? രജിത്ത്, ട്രംപിൻ്റെ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾ കഴിയുമ്പോഴും ഇറാൻ അതിനെ സ്വാഗതം ചെയ്തില്ല എന്നത് മാത്രമല്ല, ചില സംശയങ്ങൾ കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും ഈ 5 ദിവസത്തെ വെടിനിർത്തൽ, അത് ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന ഒരു നിലപാടിലേക്കാണ് ട്രംപ് പോയിട്ടുള്ളത്. അതിനടിസ്ഥാനമായി പറയുന്നത് ഇറാനിലെ ആത്മീയ നേതാവുമായി സംസാരിച്ചു, അങ്ങനെ ഒരു അനുരഞ്ജന ചർച്ചയുടെ ഭാഗമായി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയി എന്നതാണ്. പക്ഷേ അവിടെയാണ് ഇറാൻ സംശയം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ചർച്ച നടത്തിയതായി ഇറാന് ഒരു സ്ഥിരീകരണവുമില്ല. അവർ അക്കാര്യം നിഷേധിക്കുകയാണ്. മാത്രമല്ല, ഇറാനിലെ വാർത്താ ഏജൻസി ഇത് സംബന്ധിച്ച് അമേരിക്കയുടെ നിലപാട് പൂർണ്ണമായി തള്ളുന്ന നിലയിലേക്കാണ് അവരുടെ റിപ്പോർട്ടുകൾ വരുന്നത്. ആ തരത്തിലാണ് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കുന്നതെന്നാണ് ഈ വാർത്താ ഏജൻസി അവരുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ട്രംപിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം US-ഉം ഇറാനുമായി ഇനി നിയന്ത്രിക്കും എന്ന കാര്യം. അങ്ങനെയെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ അങ്ങനെ ഒരു ആവശ്യമല്ല ഇസ്രായേലോ അമേരിക്കയോ മുന്നോട്ട് വെച്ചത്. തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടം എന്ന നിലയ്ക്ക് തുടങ്ങിയ യുദ്ധം അതെങ്ങനെ ഹോർമുസിൻ്റെ നിയന്ത്രണം എന്ന താല്പര്യത്തിലേക്ക് ഏറ്റവും ഒടുവിൽ അമേരിക്ക എത്തുന്നു എന്ന ചോദ്യമാണ് വരുന്നത്. യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിലും അല്ലെങ്കിൽ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഉന്നയിക്കാത്തൊരു കാര്യം എങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ അതിന്മേലുള്ളൊരു താല്പര്യമായി അമേരിക്കയ്ക്ക് ഇത് വന്നു ചേരുന്നു എന്ന സംശയം ഉണ്ടാകുന്നു. മാത്രമല്ല, ഇറാൻ ഈ ഹോർമുസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അധിക ചുങ്കം ഏർപ്പെടുത്താനുള്ള തീരുമാനമെടുത്തിരുന്നു. കപ്പലുകൾ കടന്നു പോകുന്നതിന് ഇന്ത്യൻ രൂപ ഏതാണ്ട് 18 കോടി രൂപ അവർക്ക് താരിഫായി ലഭിക്കുന്ന തരത്തിലുള്ള ചില നടപടികളിലേക്ക് ഇറാൻ കടന്നിരുന്നു. ഏതായിരുന്നാലും ഇറാൻ സംശയിക്കുന്നത് ഇത് ആയുധ വിന്യാസത്തിനുള്ള സമയം കൂടുതലായി അമേരിക്കയ്ക്കും ഇസ്രായേലിനും ലഭിക്കുന്നതിന് വേണ്ടി ഈ താൽക്കാലിക വെടിനിർത്തലിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെയാണ് ആഗോളതലത്തിൽ ഇന്ധന വിലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുന്നത്. ഇത് നിയന്ത്രിക്കുക ഇപ്പോൾ അമേരിക്കയ്ക്കും ആവശ്യമാണ്. കാരണം ഇപ്പോൾ ഗൾഫിലെ മറ്റ് രാജ്യങ്ങളെ കൂടി ഇറാൻ ആക്രമിക്കുന്ന നിലയുണ്ട്. അവർക്ക് എണ്ണ വിൽപ്പനയിലൂടെയാണ് പ്രധാനമായും ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെല്ലാം തന്നെ പിടിച്ചു നിൽക്കുന്നത്. അത്തരത്തിൽ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു സമയം ക്രമീകരിക്കുക. മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ അമേരിക്കയുമായി സൗഹൃദം പങ്കിടുന്ന രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ, അവിടെയൊക്കെ തന്നെ ഈ ഇന്ധന പ്രതിസന്ധി ഉണ്ടാകരുത്, അതിന് താൽക്കാലികമായ ഒരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. അതിന് ട്രംപിൻ്റെ ഒരു തന്ത്രമായാണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ ഇറാൻ കാണുന്നത്. ഇറാൻ ഈ ആക്രമണ സമീപനത്തിൽ നിന്ന് പിന്നാക്കം പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇറാൻ പറയുന്ന ഒരു കാര്യം ഈ ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടേണ്ടത് അമേരിക്കയോടാണ്. കാരണം ഈ യുദ്ധം തുടങ്ങി വെച്ചത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങൾ, ഈ യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, അവരെല്ലാം അമേരിക്കയോട് ആവശ്യപ്പെടണം എന്നൊരു നിലപാടിലേക്കാണ് ഇറാൻ പോകുന്നത്. കാരണം യുദ്ധം തുടങ്ങിയത് തങ്ങളല്ല എന്ന് ഇറാൻ ആവർത്തിച്ച് പറയുന്നു. മാത്രമല്ല, ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ അത് അമേരിക്കയ്ക്ക് ഇടം നൽകിയിട്ടുള്ള ഗൾഫിലെ മറ്റ് രാജ്യങ്ങളെ മുഴുവൻ ആക്രമിക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ നടത്തുന്നൊരു ആക്രമണമല്ല. ഇപ്പോൾ സൈനിക കേന്ദ്രങ്ങൾ മാത്രമാണ് ആക്രമിക്കുന്നത്, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ. അതിനപ്പുറത്തേക്ക് ഈ രാജ്യങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ കൂടി ആക്രമിക്കുന്ന നിലയിലേക്ക് ഇറാൻ മാറുമെന്ന
വളരെ ശക്തമായ ഒരു നിലപാട് കൂടി ആ രാജ്യം കൈക്കൊള്ളുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ഓഹരിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആഗോള ക്രൂഡ് വിലയുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പ്രഖ്യാപനം വന്ന ശേഷം ഗണ്യമായി ക്രൂഡ് വില കുറയുകയാണ്. ഇപ്പോൾ ബാരലിന് $90 എന്ന നിലയിലേക്ക് വന്നിരുന്നു. ഇത് $114 വരെയൊക്കെ പോയതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വില, ഇന്നത്തെ ഏറ്റവും പുതിയ വില ബാരലിന് $90 എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. സ്വർണ്ണവില ഒരു ഘട്ടത്തിന് ശേഷം ഉയരുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം 1 ലക്ഷത്തിൽ താഴേക്ക് സ്വർണ്ണവില പോയിരുന്നു. അങ്ങനെ സ്വർണ്ണവില ഉയരുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല പൊതുവിൽ ഓഹരി വിപണിയിലും ഉണർവുണ്ട്. കഴിഞ്ഞ ദിവസം 13 ലക്ഷം കോടിയുടെ നഷ്ടമാണ് നിക്ഷേപകർക്ക് സംഭവിച്ചത്. അവിടെ നിന്ന് ഓഹരി വിപണിയും കരകയറുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. രഞ്ജിത്ത്, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും ലോകരാജ്യങ്ങൾക്ക് ഇന്നലെ ആശ്വാസം എന്ന് കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. അത്തരത്തിലൊരു സമാധാന ശ്രമമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നീക്കമോ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഇസ്രായേലിൻ്റെ ഔദ്യോഗിക പ്രസ്താവന ഉണ്ടാകുന്നില്ല. ടെഹ്റാനിലേക്കാണ് വിനോദ് ഇന്നലെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ടെഹ്റാനിലെ വിവിധ മേഖലകൾ ആക്രമിച്ചു എന്ന് മനസ്സിലാകുന്നുണ്ട്. വലിയ നാശനഷ്ടം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ ട്രംപ്, നമുക്കറിയാം, യുദ്ധം ആരംഭിച്ചത് അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ചാണ്. ട്രംപ് ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ ഇസ്രായേലും കൂടി അതിനോടൊപ്പമുള്ള അവരുടെ നിലപാട് പറയേണ്ടതുണ്ട്. അത് സംഭവിച്ചിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തീർച്ചയായും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നോ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നോ ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ ഈ ട്രംപിൻ്റെ പ്രഖ്യാപനത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം അതിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് മാത്രമല്ല, ഈ പ്രഖ്യാപനം വന്ന ശേഷവും ഇറാനിലേക്ക് ആക്രമണം ഇസ്രായേൽ നടത്തി എന്നതാണ് ഏറ്റവും കൗതുകമുള്ള കാര്യം. അമേരിക്കയെ സംബന്ധിച്ചൊരു വെല്ലുവിളിയുടെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം അമേരിക്കയിൽ ഈ അവിടുത്തെ പ്രതിനിധി സഭകളിൽ വരുന്ന തിരഞ്ഞെടുപ്പുണ്ട്. അതായത് ഇപ്പോഴത്തെ സർക്കാരിനെ വിലയിരുത്തുന്ന തരത്തിലുള്ള ഒരു മിഡ് ടൈമിൽ വരുന്ന ഒരു വിലയിരുത്തൽ പരിശോധനയുണ്ട്. ആ ഘട്ടത്തിൽ ട്രംപിന് ഇപ്പോഴത്തെ നില തുടർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെയുള്ള പിന്തുണയിൽ ഇടിവ് വരുമെന്ന് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രംപും ഒപ്പമുള്ളവരും ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് മാറ്റത്തിലേക്ക് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല അമേരിക്കയിൽ പല ഒഫീഷ്യൽസും രാജിവെക്കുന്ന നിലയിലേക്ക് പോകുന്നു. ഈ യുദ്ധത്തെ എതിർത്തുകൊണ്ട് അവർ രാജിവെക്കുന്നുണ്ട്. കാരണം രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഈ യുദ്ധം നടത്തുന്നത്, ഇസ്രായേലിനെ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് സഹായിക്കാൻ ചാടിപ്പുറപ്പെട്ടത് തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ അമേരിക്കയ്ക്ക് ഉള്ളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും കാര്യമായി ബാധിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ അമിത ദേശീയത കൊണ്ടുവന്നിട്ട് ട്രംപ് നടപ്പാക്കുന്ന പല വിഷയങ്ങളും അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന നിലയിലാണ്. ഇന്ത്യക്കടക്കം അമിതമായ താരിഫ് ചുമത്തിയത് പിന്നീട് അമേരിക്കയിലെ യു.എസ്. സുപ്രീം കോടതി റദ്ദാക്കുന്ന നിലയുണ്ട്, അത് സ്റ്റേ ചെയ്യുന്ന നിലയുണ്ടായി. അതിന്മേലും വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ നടക്കുന്നു, നിയമപോരാട്ടം നടക്കുന്നു. ട്രംപിന് വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനുശേഷമാണ് ഇനി പ്രതിനിധി സഭകളിൽ നിന്ന് ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്ക ട്രംപിന് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രാജ്യത്തിന് മേലുള്ള പരമാധികാരത്തിൽ പ്രസിഡന്റിൻ്റെ പദവിയിൽ ചില കുറവുകൾ വരും. പൂർണ്ണമായും രാജ്യത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന അധികാരം പ്രയോഗിക്കാൻ ട്രംപിന് കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു പ്രസിഡൻ്റായി അദ്ദേഹം മാറും. അങ്ങനെ ഒരു ആശങ്കയും ഭയവും ട്രംപിൻ്റെ മുമ്പിലുണ്ട്. മാത്രമല്ല ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചാടിപ്പുറപ്പെടുകയും ഡിഗോ ഗാർഷ്യ പോലുള്ള US-ൻ്റെയും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക കേന്ദ്രത്തിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തുന്നു. ആ മിസൈൽ ആക്രമണം എന്നത് 4000 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ആ മിസൈൽ സഞ്ചരിച്ചു എന്നതാണ്. പരമാവധി 2000-2500 കിലോമീറ്റർ വരെയുള്ള മിസൈലുകൾ മാത്രമാണ്, ബാലിസ്റ്റിക് മിസൈലുകൾ മാത്രമാണ് ഇറാൻ്റെ പക്കലുള്ളത് എന്ന ഒരു കണക്കുകൂട്ടലിലായിരുന്നു അമേരിക്കയും ഇസ്രായേലും. ആ തരത്തിലുള്ള വാർത്താക്കുറിപ്പുകളാണ് ആ രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഡിഗോ ഗാർഷ്യ പോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വളരെ അകലെ ഉള്ള ഒരു പ്രദേശത്ത് ഇറാൻ ആക്രമണം നടത്തുമ്പോൾ യൂറോപ്പും ആഫ്രിക്കയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ഇറാൻ്റെ പരിധിയിലേക്ക് വരുന്നുണ്ട്. അമേരിക്കയ്ക്ക് പലയിടങ്ങളിലും സൈനിക കേന്ദ്രങ്ങളുണ്ട്. ഈ സൈനിക കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കാൻ തക്ക ശേഷി ഇറാനുണ്ട് എന്നൊരു തിരിച്ചറിവ് കൂടി അമേരിക്കയ്ക്ക് ഉണ്ടായി എന്ന കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അതാണ് സാഹചര്യം. ഏതായാലും അമേരിക്ക ഏകപക്ഷീയമായി ട്രംപ് യുദ്ധം 5 ദിവസത്തേക്ക് നിർത്തിവെച്ചു എന്ന് പറയുമ്പോഴും ആ വാദം തള്ളിയാണ് ഇപ്പോൾ ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. അത് പരമപ്രധാനമായ ഒരു കാര്യമാണ്. ഇനി നമുക്ക് കാത്തിരിക്കാം. വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. ഔദ്യോഗികമായ പ്രതികരണം ഇറാൻ്റെയും ഒപ്പം ഇസ്രായേലിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകണം. ഇസ്രായേൽ കൂടി ഈ സമാധാന ശ്രമത്തിൽ പങ്കാളിയായാൽ മാത്രമാകും ഈ പറഞ്ഞ പോലെ എന്താണ് ഇതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.